പലപ്പോഴും ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഹസ്ബൻഡ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ കിടപ്പ് മുറിയിലായിരിക്കും അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ ഭർത്താവിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഭാര്യ കാത്തിരിക്കുന്നത്. പലപ്പോഴും ആ ദിവസത്തെ പ്രശ്നങ്ങൾ, ഇപ്പൊ ജോലിയിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, ഇപ്പം ജോലിക്ക് പോകുന്ന ഭാര്യമാരാണെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ, അവരുണ്ടാക്കുന്ന അവർക്ക് വേണ്ട സൊല്യൂഷൻസ്, ഇതെല്ലാം ഭർത്താവിൽ നിന്നും കേൾക്കുന്നതിനും ഭർത്താവിനോട് ഇതെല്ലാം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഭാര്യമാര് കാത്തിരിക്കും. എന്നാൽ ഭർത്താക്കന്മാർ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കിടക്കയിലോട്ട് കയറുന്ന സമയം ഉറങ്ങിപ്പോവും. ഇത് പല വീടുകളിലും ഉള്ള പ്രശ്നമാണ്. ഇത് ചെറുപ്പക്കാരെന്നില്ല, വയസ്സായവരെന്നില്ല, പുരുഷന്മാര് പലപ്പോഴും വീടുകളിൽ കിടക്കയിൽ, പ്രത്യേകിച്ച് അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തെത്തി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ഇത് കാരണം എന്തെന്നറിയാമോ? ഇത് നിങ്ങളടുത്തുള്ള വെറുപ്പ് കൊണ്ട് സംഭവിക്കുന്നതല്ല. പലപ്പോഴും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാർ ഉറങ്ങിപ്പോവും. പലപ്പോഴും ഇപ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല, അമ്മമാരുടെ മടിയിലാണ് അവർക്ക് ഏറ്റവും സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുന്നത്. മാത്രമല്ല അവരുടെ പാർട്ട്ണറുടെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പലപ്പോഴും അങ്ങനെയല്ല. അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവരുടെ പ്രിയപ്പെട്ട ആളിനോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കും. എന്നാൽ പകലത്തെ അന്തരീക്ഷത്തിലുള്ള സ്ട്രെസ്, സ്ട്രെയിന്, തിരക്ക്, ഇതെല്ലാം കൊണ്ടുള്ള ക്ഷീണം കൊണ്ട് അവർ വന്നിട്ട് കംഫർട്ടബിളുള്ള അന്തരീക്ഷത്തിൽ വരുമ്പോൾ പുരുഷന്മാർ ഉറങ്ങിപ്പോവും. ഇതൊരിക്കലും നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല എന്നുള്ളത് സ്ത്രീകൾ തിരിച്ചറിയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് അവർ വരുമ്പോൾ അവർ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്താണ് അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് തിരിച്ചറിയുക. അവരോട് ബാക്കിയുള്ള സമയങ്ങൾ, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒഴിവുവേളകളുള്ള സമയത്ത് അവരോട് സംസാരിക്കുക. യാത്രകൾ പോവുക, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇത് എല്ലാ കുടുംബങ്ങളിലും ഉള്ള ഒരു പ്രശ്നമാണ്. പല സ്ത്രീകൾക്കും ഈ ഒരു ശാസ്ത്രീയ രീതി അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ കുടുംബത്തിന്റെ, എല്ലാ സ്ത്രീകളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.